ലക്ഷ്മി, ലക്ഷ്മി, എന്നെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടിയല്ലേ നീ പാർട്ടിക്ക് വരാത്? അയ്യോ, മോനെ പെട്ടെന്ന് പനി വന്നിട്ടല്ലേ. മോൻ, നിന്റെ മോൻ ആ ജന്തുവാണ് എന്റെ അന്തസ്വർണ്ണമാണെന്നിരിക്കുകയാണ്. അയ്യോ, എന്തു പറ്റി? വൈഫ് എവിടെ എന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോ ഞാൻ വിളിച്ച അവള് വരൂല്ല എന്ന് മുഖത്ത് നോക്കി എങ്ങനെ പറയും? വിളിക്കുന്നിടത്തെല്ലാം ഞാൻ വരാറില്ലേ? മോന് പനിയായതുകൊണ്ടല്ലേ ഞാൻ വരാതിരുന്നത്. ഡോക്ടറെ ഒന്ന് വിളിപ്പിക്കണം. മനസ്സില്ല. കുട്ടിക്ക് പനി കൂടുതലാണ്. ഞാൻ എന്ത് ചെയ്യണ്ടില്ലേ? തന്നു മരുന്ന് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുതരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ലക്ഷ്മി, എന്തിനാ വിളിക്കുന്നെന്ന് ലില്ലി പോയി നോക്കൂ. ലക്ഷ്മി, ഞാനവിടെ. ലക്ഷ്മി, ലക്ഷ്മി, മോനെ സോക്കേട് കൂടുതലാ. ഞാനെന്ത് വേണം? അവനെ ആശുപത്രി കൊണ്ടുപോകണം. അതിന് തപ്പാനുള്ള സൂക്കേടൊന്നും ഞാൻ കാണുന്നില്ല. നീ എന്നോട് വാ. എന്നെ കണ്ടില്ലെങ്കിൽ മോൻ കരയും. കരഞ്ഞാൽ പനി ഇനിയും കൂടും. കണ്ടാലുണ്ടായ കുഞ്ഞിനെ വളർത്താനല്ല ഞാൻ വിവാഹം കഴിച്ചത്. ഈ അപമാനങ്ങളൊക്കെ സഹിക്കുന്നത്. എനിക്കും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനോട് അല്പം ദയോടെ പെരുമാറണം. ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോൻ സുഖക്കേട് കൂടുതലായി കിടക്കുന്നു. ഇന്നെന്നെ ഈ കിടക്കയിലേക്ക് നിർബന്ധിക്കരുത്. എങ്കിൽ നീ നിന്റെ കുഞ്ഞിന്റെ കൂടെ കഴിയും. എന്റെ ആവശ്യം നിറവേറ്റാൻ ഞാൻ മറ്റു വല്ല വഴി നോക്കും. എന്തു പറയുന്നു? Get out. I said get out. What is the time? Why are you so upset? Nuts. Everything will be all right. Damn it. Ella seriam, Mr. Saresh. Mind your own. Goodbye. Goodbye, Saresh. Goodbye. Goodbye. Good night. Good night. No. കുട്ടിക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. അയ്യോ, ഇല്ല മോൻ എന്നെ പറ്റി. കുട്ടി ഇല്ലേ, കുറച്ച് വെള്ളം കൊണ്ടുവാ. ഒരു തുണി കൂടി.
കൂടുതലാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എണീക്കോ. കൂടുതലൊന്നും ഉണ്ടാവില്ല. കൂടുതലാ, വളരെ കൂടുതലാ. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണേ. വരണേ. അക്കാര്യത്തിൽ എനിക്ക് നിർബന്ധമില്ല. എനിക്ക് നിർബന്ധമുണ്ട്. രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾ വരണില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. എന്റെ അനുവാദത്തോടെ നീ കൊണ്ടുപോകില്ല. ആരനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കൊണ്ടുപോകും. എങ്കിൽ നീ എന്റെ ഭാര്യയല്ലാതാവും. ഞാനൊരു അമ്മയാണ്. സ്ത്രീ ആദ്യമായും അവസാനമായും അമ്മയാണ്. സ്വന്തം കുഞ്ഞിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക് ബന്ധവും ഭർത്താവും ദൈവം പോലും. നീ അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയാൽ ഒരിക്കൽ ഞാൻ എന്റെ ബെഡ്റൂമിന്റെ വാതിൽ അടച്ചിട്ടതുപോലെ എന്റെ വീട്ടിന്റെ വാതിലിനെ അടച്ചിടും. അങ്ങക്ക് സ്ത്രീയെ അറിയില്ല. ഒരു മകൻ അമ്മയ്ക്കെല്ലാമാണ്. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാനുള്ള യാത്രയിൽ ഈ ലോകത്തിന്റെ വാതിൽ പിന്നിൽ അടച്ചാലും അവൾ കൂസുകയില്ല. അതാണ് സ്ത്രീ. അതാണ് അമ്മ. എന്റെ അപ്പത്തെ ഇങ്ങോട്ടെടുക്കും. ഇതുകൂടി അതിലിട്ടേക്ക്. ഞാൻ കൂടെ വരാം. വേണ്ട. നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? കുട്ടിക്ക് കുറവുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരെ പോലെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഒന്നുമില്ല. വിശുവിന് ടെമ്പറേച്ചർ കുറവുണ്ട്. ഇപ്പൊ ക്ഷീണം മാത്രമേ ഉള്ളൂ. ഭർത്താവിനെ ആശുപത്രിയിലേക്ക് ഒന്നും കാണുന്നില്ലല്ലോ. സ്ഥലത്തില്ലേ? ഇല്ല. ഓഹോ, ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. നല്ലതുപോലെ റെസ്റ്റ് വേണം. കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോവുകയാണ്. വീട്ടിലേക്കല്ല, നാട്ടിലേക്ക്. ഇവിടെയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്റെ കുഞ്ഞ് മരിച്ചു പോകും. പട്ടണത്തിലെ ജീവിതം എനിക്ക് മടുത്തു. സഹിക്കാവുന്നിടത്തോളം ഞാൻ സഹിച്ചു. എനിക്ക് അല്പശുദ്ധമായി ശ്വസിക്കണം. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്.